ഹലോ ഗൈസ്, ഞാൻ അൽജോ എൽസൻജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നരിവേട്ട എന്ന് പറയുന്ന മൂവിയുടെ ഒരു കുഞ്ഞ് റിവ്യൂ ആയിട്ടാണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള പല ആളുകളുടെ റിവ്യൂസ് ഇപ്പോൾ കണ്ടിട്ട് കാണും. സിനിമയ്ക്ക് പലരും ഇന്ന് പോയിട്ട് കാണും. ഇന്നിപ്പം ശനിയാഴ്ചയാണ്, ഒരു ദിവസം സിനിമ റിലീസായിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഏകദേശം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഷോസൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇന്നലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് നേരത്തെ ഒരു റിവ്യൂ ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് ഇന്നലെ രാത്രി ഞാൻ 9:30-ക്കാണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിനുശേഷം രാത്രിയായിരുന്നുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേന് ഏകദേശം ഇന്ന് വൈകിട്ടൊരു 4 മണി 5 മണിയൊക്കെ ആവുമായിരിക്കും. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ സിനിമ കണ്ടതിൻ്റെ പേരിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന സിനിമ 2003 കേരളത്തിൽ നടന്ന മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി വന്നിരിക്കുന്ന ഒരു സിനിമയാണെന്ന് നമ്മളെല്ലാവരും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഏകദേശം അതുതന്നെയാണ് സംഭവം. ആ ഒരു കഥയെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ് നരിവേട്ട. അപ്പോൾ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ വന്നിരിക്കുന്നത് അനുരാജ് മനോഹറും, പ്രൊഡ്യൂസർ വന്നിരിക്കുന്നത് ടിപ്പു ഷാൻ ആൻഡ് ഷിയാസ് ഹസനാണ്. അതേപോലെ തന്നെ എഡിറ്റർ വന്നിരിക്കുന്നത് ഷമീർ മുഹമ്മദും, അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ വന്നിരിക്കുന്നത് എബിൻ ജോസഫുമാണ്. സോ അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും അക്കാലത്ത് ന്യൂസിനകത്ത് ഒത്തിരി കേട്ടിരുന്നു മുത്തങ്ങ സംഭവം എന്താണെന്നുള്ളത്. അതായത് കേരളത്തിൽ അരങ്ങേറിയ ആദിവാസി സമരവും അതിനുശേഷം ഉണ്ടായ വെടിവെപ്പും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ ഒത്തിരി പിടിച്ചു കുലുക്കുകയും കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചതുമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. സോ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് കുട്ടനാട്ടിൽ ഉള്ള ഒരു സാധാരണ യുവാവിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. അവന് അമ്മ മാത്രമേ ഉള്ളൂ. അവൻ ആ ഒരു കുടുംബത്തിൽ അവൻ സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരാളാണ്. അവിടുന്ന് അതിനുശേഷം ആ ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളും അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളും അവൻ പോലും വിചാരിക്കാത്ത പലതരത്തിലും അവൻ്റെ ജീവിതം കൊണ്ട് എത്തിക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കൂടെ കാണുന്നത്. അപ്പം ഞാൻ പല റിവ്യൂവേഴ്സും പറയുന്നത് കേട്ടു, ഇൻ്റർവെൽ വരെയുള്ള സീക്വൻസ് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളത്. പേഴ്സണലി എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഇൻ്റർവെൽ വരെയുള്ള പോർഷൻസ് ആ ഒരു കഥാപാത്രത്തിൻ്റെ ജോർജ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ കഥ ബിൽഡ് ചെയ്ത് പറഞ്ഞു. ഒരാളെ നമുക്കിങ്ങനെ പെട്ടെന്ന് കൊണ്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഇന്നയാൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് ജസ്റ്റ് അങ്ങനെ അത്രയും മാത്രം പറഞ്ഞാൽ സിനിമ അങ്ങ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്, അവൻ്റെ കുടുംബം ആരാണ്, അവൻ്റെ ജീവിതം എന്തായിരുന്നു, അവൻ്റെ കുഞ്ഞുനാൾ തൊട്ട് അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ എന്താണ്, അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ഒരു സാധാരണ കേരളത്തിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന ഒരു യുവാവ്, അവൻ്റെ വീട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങളും അവനുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരു ജോലി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ആക്ച്വലി അവിടെ കാണിച്ചു തരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതേപോലെ തന്നെ ഇതിനകത്ത് ആൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിക്ക് ഒരു ജോലിയുണ്ട്. അതിനുശേഷം അങ്ങനെ ആ കഥ അങ്ങ് പറഞ്ഞു പോകാം. എനിക്ക് ആ ഒരു പോർഷൻ കണ്ടപ്പം, ഇൻ്റർവെൽ വരെയുള്ള പോർഷൻ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു പഴയ സിനിമ നിങ്ങൾ ചിലപ്പം കണ്ടിട്ട് കാണും. എന്നും നന്മകൾ എന്ന് പറഞ്ഞ 1991 തോന്നുന്നു, സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ജയറാമും ശ്രീനിവാസനും ഒക്കെ ഉള്ള ഒരു സിനിമ. ആ സിനിമയ്ക്കകത്ത് ഇതേപോലെ ഒരു കഥയുണ്ട്. അതിനകത്ത് ഈ പ്ലോട്ടല്ല, പക്ഷേ അതിനകത്തെ മൊത്തത്തിലുള്ള ആ ഒരു കഥയെ ഇതിൻ്റെ ഇൻ്റർവെൽ വരെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഈ പറഞ്ഞ കാമുകിക്ക് ജോലിയുണ്ട്, കാമുകന് ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാമുകിയുടെ ഇന്ന് കാണുമ്പോൾ ക്യാഷ് വാങ്ങുന്നു, അങ്ങനെ ജീവിക്കുന്നു. വീട്ടിലെ പ്രഷർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാമുകിക്ക് കല്യാണ ആലോചന വരുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ എത്ര പേര് കണ്ടിട്ട് കാണുമെന്ന് അറിയത്തില്ല. നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ട് കാണും. നല്ലൊരു സിനിമയാണ്. 1991 ഇറങ്ങിയതാണ്. യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ആ സിനിമ. അപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് എന്നോ ആ സിനിമ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഇന്നലെ തിയേറ്ററിൽ ഇരുന്ന സമയത്ത് എനിക്ക് എക്സാക്ട്ലി ആ സിനിമയുടെ ആ ഒരു പോർഷൻ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നി. അതിനുശേഷം ഇൻ്റർവെൽ ആവുന്നതോടെ ഈ സിനിമയുടെ ഗതി തന്നെ മാറുകയാണ്. ആളൊരു പോലീസ് കോൺസ്റ്റബിൾ ആവുന്നതും അവിടുന്ന് പിന്നെ മുന്നോട്ടുള്ളതും, ഞാൻ ഈ പറയുന്ന ഒന്നും ഒരു സ്പോയിലറായിട്ട് ആരും കരുതണ്ട കേട്ടോ. മുത്തങ്ങ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഏകദേശം ഈ സംഭവത്തിൻ്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ സ്റ്റിൽ നമ്മളിത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ. ഒരിക്കലും നമ്മളിത് തിയേറ്ററിൽ പോയി കാണാതെ TV വന്നിട്ടല്ലേ OTT വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് ആരും ഇരിക്കരുത്. ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. അത് നിങ്ങൾ പല റിവ്യൂവേഴ്സിൻ്റെയും റിവ്യൂ കാണുമ്പോൾ നമുക്ക് ചിലപ്പം ഇതിങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്ന കഥയാണ്, ആദിവാസി സമരമാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പം നമുക്കൊരു മടുപ്പ് തോന്നാം മേ ബി. അപ്പം അത് പക്ഷേ നമ്മളെ ഒരിക്കലും തിയേറ്ററിലിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ആക്ച്വലി സിനിമയ്ക്ക് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്തും അതേപോലെ തന്നെ ഇതിന് മുമ്പുള്ള ന്യൂസൊക്കെ കണ്ട സമയത്തും ഞാൻ ആക്ച്വലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു
മൈൻഡിൽ ഇരുന്നിട്ടാണ് ഞാൻ ആക്ച്വലി ഈ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ റിവ്യൂസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്ത് നോക്കിയായിരുന്നു. റിവ്യൂസ് നോക്കിയ സമയത്തും മിക്സഡ് ഒപ്പീനിയൻസ് ഒക്കെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം എനിക്ക് സിനിമയ്ക്ക് പോകണം തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും തോന്നിയില്ല. പക്ഷേ സ്റ്റിൽ എന്നിട്ട് ഞാൻ വൈകിട്ട് ഇന്നലെ ആ സിനിമയ്ക്ക് പോയി ആക്ച്വലി. അപ്പം അങ്ങനെ ആ സിനിമയ്ക്ക് തിയേറ്ററിൽ ചെന്നിരുന്ന് ആ സിനിമ തുടങ്ങിക്കഴിഞ്ഞ് എൻ്റെ കംപ്ലീറ്റ് ചിന്താഗതികളെയും ഈ സിനിമ മാറ്റി എന്നുള്ളതാണ്. ഇൻ്റർവെല്ല് വരെയുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലി ബിൽഡ് ചെയ്യുന്നതും ആരാണ്, എന്താണ്, എങ്ങനെയാണ് അവൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞു പോവുകയും ഇൻ്റർവെല്ലിന് ശേഷം ഈ സിനിമ ഒറ്റയടിക്ക് ഇതിൻ്റെ ഗതി മാറുവാണ്. പിന്നെ നമ്മുടെ സീറ്റിലിരുത്തി നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന പല സീനുകളും ഇതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഉള്ള ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് ഉള്ളിൽ തട്ടുന്ന ഒരു ഫീൽ, അതായത് നമുക്കൊരു കരച്ചിൽ വരുന്ന രീതിയിലുള്ള ചില സീനുകളും അതേപോലെ തന്നെ നിസ്സഹായ അവസ്ഥയുടെ രംഗങ്ങളും ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാനാണ് ചാൻസ്. സോ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഇൻ്റർവെൽ കഴിഞ്ഞുള്ള ആ ഒരു പോർഷൻസ് നമ്മൾ കാണുന്നതും അറിഞ്ഞതുമല്ല മറ്റൊരു സത്യം അല്ലെങ്കിൽ മറ്റൊരു ലോകമുണ്ട്. അവിടെയുള്ള ആളുകൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് പലതും ഇല്ലാതെ വളരെ മോശം അവസ്ഥയിൽ കടന്നു പോകുന്ന ആളുകളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ മേലുണ്ടാകുന്ന അധികാരത്തിൻ്റെയും അവരുടെ മേലെ അവരെ അടിച്ചമർത്താനുള്ള സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാം. പക്ഷേ മേ ബി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അത് മേ ബി നിങ്ങൾക്കതൊരു നഷ്ടമാവാം. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള തിയേറ്ററിൽ പോയി ജസ്റ്റ് കണ്ടു ഇല്ല കണ്ടില്ല നമുക്ക് OTT പോയാലും കാണാം എന്നുള്ള മൈൻഡിലുള്ള ഒരു സിനിമ അല്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു സ്ക്രീനുള്ള നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു നല്ല തിയേറ്ററിൽ പോയിരുന്ന ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഈ സിനിമ അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഓരോരുത്തരുടെയും പെർഫോമൻസ്. ആക്ച്വലി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചെരണ്, അതേപോലെ തന്നെ പ്രിയംവദ കൃഷ്ണൻ, ആര്യ സലീൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. ഇവരുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഇതിനകത്ത് ടോവിനോ തോമസ് പുള്ളിയുടെ തന്നെ കരിയറിലെ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ആക്ച്വലി നരിവേട്ട എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു റോളും ക്യാരക്ടറും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി അത് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആര്യ സലീൻ എന്ന് പറഞ്ഞ ആക്ടർ. പുള്ളിക്കാരത്തി ചെയ്ത കഥാപാത്രവും നല്ല രീതിയിൽ ആ ഫയർ പുള്ളിക്കാരത്തിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി നല്ല ക്ലീൻ ആയിട്ട് ആ ഒരു ക്യാരക്ടറെ നല്ല വെൽ ആയിട്ട് മാനേജ് ചെയ്യുകയും അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ചരൺ. പുള്ളിയുടെ ക്യാരക്ടറും പുള്ളി നല്ല രീതിയിൽ എന്താണ് അങ്ങനെ ഒരാൾ എന്ത് കാണിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ആ സിനിമയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സോ പുള്ളി അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളാണ്. സോ അപ്പോൾ ഇതിനകത്ത് ആക്ടേഴ്സൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്ന കാസ്റ്റ് ആൻഡ് ക്രൂവിനകത്ത് എല്ലാവരും എസ്പെഷ്യലി എടുത്തു പറയാനായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരാണ്. സോ അത് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നതിനകത്ത് നമ്മൾ പറയാതെ വിട്ടുപോയാലും ഒരിക്കലും ശരിയാവത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഗതി മാറിയിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ എല്ലാ സിനിമകളും ഏകദേശം എബോവ് ആവറേജ് നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ 2024 അവസാനം 25 തുടക്ക സമയത്തൊക്കെ പല സിനിമകളും വളരെ മോശമായിട്ടൊക്കെ ഇറക്കി വിട്ടു. അപ്പോൾ അത് ആക്ച്വലി കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം തോന്നി മലയാള സിനിമയുടെ ഒരു അവസ്ഥ എന്നുള്ളത്. പക്ഷേ അത് മാറി ഇപ്പം നല്ല നല്ല സിനിമകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തുടരും വന്നു, പ്രിൻസ് ആൻഡ് ഫാമിലി വന്നു, അതിനുശേഷം ഇപ്പോൾ ഈ സിനിമ വന്നു, നരിവേട്ട വന്നു. ഇങ്ങനെ നല്ല നല്ല സിനിമകൾ സീക്വൻഷ്യലായിട്ട് വരുന്നുണ്ട്. മോശമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്രയും അടിപൊളിയെന്നും പറയാൻ പറ്റത്തില്ല. അതൊരു മിക്സഡ് ഒപ്പീനിയൻ ഉള്ളൊരു സിനിമ. എന്നാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളത് അതിനുണ്ട്. സോ അത് അങ്ങനെയുള്ള കുറേ നല്ല സിനിമകൾ ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുണ്ട്. സോ അപ്പം നിങ്ങൾ തിയേറ്ററിൽ നരിവേട്ട കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നരിവേട്ട എങ്ങനെയുണ്ടെന്നൊരു ഒപ്പീനിയൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നരിവേട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നരിവേട്ട ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായം അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നിങ്ങളിൽ ഈ സിനിമ കണ്ട പല ആളുകൾ ഇപ്പോൾ ഓൾറെഡി ഇവിടെ കാണും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ എന്താണോ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നോക്കുക. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടും കൂടെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ മാത്രം ഒപ്പീനിയൻ കേട്ടിട്ടാരും ഒരു തീരുമാനത്തിലെത്തണ്ട. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സും കൂടെ നോക്കി നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. സോ അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.